പ്രൈസ് ദ ലോർഡ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യത്തെ വരിയും അവസാനത്തെ വരിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യത്തെ വരി എന്താ? ഏകസത്യദൈവമായ അങ്ങയിലും ഞാൻ വിശ്വസിക്കുന്നു, പിതാവും പിതാവിൽ സൃഷ്ടാവും ആയി വിശ്വസിക്കുന്നു. ഏറ്റവും അവസാനത്തെ വരി എന്താ? അവസാനത്തെ വരി എന്താ? ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ ഒരു ബോധ്യം കൃത്യമായി ഉണ്ടാകണം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിച്ച് കഴിഞ്ഞ കാര്യമാണ്. യേശുക്രിസ്തു വന്നു, ശരീരം ധരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തു. ഇത് കഴിഞ്ഞ കാര്യമല്ലേ? സംഭവിച്ചു കഴിഞ്ഞല്ലോ, കണ്ട സാക്ഷികളുണ്ടല്ലോ. അപ്പോൾ അത് വിശ്വസിക്കുക എളുപ്പമാണ്. പക്ഷേ യേശുക്രിസ്തു വീണ്ടും വരുമെന്നും ആ സമയത്ത് മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേക്കും. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കൂടി ഉയർത്തെഴുന്നേറ്റാൽ ഇവിടെ നിൽക്കാൻ എവിടെ സ്ഥലം ഉണ്ടാവാ? എങ്ങനെയായിരിക്കും ആ ഉയർപ്പ്? അപ്പോൾ നിത്യജീവൻ, ആ ഉയർപ്പ് അല്ലെങ്കിൽ നമ്മുടെ മരണം, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന വിധി എന്താണ്, തനത് വിധി. അപ്പോൾ ഇങ്ങനെ 8 കാര്യങ്ങൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ. 8 കാര്യങ്ങൾ. ആ 8 കാര്യങ്ങൾ ഇതാണ്. 1, ശരീരത്തിൻ്റെ ഉയർപ്പ്. 2, മരണം. 3, തനത് വിധി. 4, സ്വർഗം. 5, നരകം. 6, പൊതുവിധി. 7, പൊതുവിധി. ഒരു പോയിന്റ് പോയല്ലോ. പുതിയ ആകാശം, പുതിയ ഭൂമി. എത്ര പോയിന്റ് പറഞ്ഞു? 8 കാര്യമല്ലേ പറഞ്ഞത്? എന്തെല്ലാമാണ് 8? ഒന്നുകൂടി പറയാം. 1, ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നാൽ എന്താവും. 2, മരണം. 3, മരണസമയത്തിന് നമുക്കുണ്ടാവുന്ന തനത് വിധി. 4, സ്വർഗം എന്നാൽ എന്താവുന്നു. 5, ശുദ്ധീകരണ സ്ഥലം. അതാ വിട്ടുപോയല്ലേ, ശുദ്ധീകരണ സ്ഥലം. 6, നരകം എന്നാൽ എന്താവുന്നു. 7, പൊതുവിധി. 8, പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. ഇത് നമ്മൾ വിശ്വാസത്തിൽ ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുന്നില്ല. വിശ്വാസത്തിൻ്റെ കഴമ്പ്, കണ്ടന്റ്, ഉള്ളടക്കം പൂർണ്ണമാവുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ, ഈ വിശ്വാസ രഹസ്യങ്ങളിൽ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ തന്നെ വിശ്വസിക്കണം. എന്തിനെക്കുറിച്ച്? നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കൊടുമുടി, അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചകോടി അനുഭവം. ഉച്ചകോടി. ഇതിനെക്കുറിച്ചാണ് പലർക്കും പല ദുരൂഹതകളും, പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരത്തിലും ഭാരതീയ സാഹചര്യത്തിൽ ഒരുപാട് മറ്റ് മതങ്ങൾ പുനർജന്മം പോലെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എന്താണ് ഈ ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത്? പുനർജന്മം എന്ന ഒന്നില്ല. മനുഷ്യവംശത്തിനെ പുനർജന്മമില്ല. എന്നാൽ നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ ചായരുത്. ഒരിക്കലൊരു പ്രത്യേകിച്ച് യൂറോപ്പിലേക്കുള്ള ആൾക്കാർ ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ പല മഹർഷിമാരുടെ അല്ലെങ്കിൽ ആശ്രമങ്ങളിലെല്ലാം പോയി കഴിഞ്ഞ് മടങ്ങി അവിടെ വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇന്ത്യക്കാരെല്ലാവരും ഇത് വിശ്വസിക്കേണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, തോമസ് പോളെ, ഞാൻ 10 വർഷമായിട്ട് നിൻ്റെ ഇന്ത്യയിൽ ഒരു
ആശ്രമത്തിലാണ് താമസിച്ചത്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എൻ്റെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഇന്നതായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര ക്ലിയറാണ്. കഴിഞ്ഞ ജന്മത്തിൽ ആനയായിരുന്നോ, കുതിരയായിരുന്നോ, പട്ടിയായിരുന്നോ, പോത്ത്, അങ്ങനെ എന്തോ. ഇനി എനിക്ക് അടുത്തൊരു ജന്മമുണ്ട്, ആ ജന്മത്തിൽ ഞാൻ ഇന്നതാകണം, ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ ഇതൊരു ക്രിസ്ത്യാനി പെണ്ണ. അവൾ വന്ന് ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അവൾ ധ്യാനത്തിൽ വന്നിരിക്കുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ധ്യാനം കൂടുന്നത്. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. നന്നായി. ഞാൻ പറഞ്ഞു, നീ ഒരു ക്രിസ്ത്യാനിയാണ്, ഇനി അല്ലെങ്കിൽ തന്നെയും നമ്മളിന്നലെ പറഞ്ഞു, ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സാദൃശ്യം എന്നാൽ എന്താകുന്നു? അപ്പം അതൊന്നും അവൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് 10-20 വയസ്സായില്ലേ, എന്നിട്ടും നിനക്ക് അറിയില്ലല്ലോ ഇത്. ദൈവത്തിൻ്റെ സാദൃശ്യം എന്നത് അനന്തതയാണ്, നിത്യതയാണ്, അനശ്വരതയാണ്. ആ അനശ്വരത നൽകിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഇത് വിശ്വസിക്കുന്നുവോ? എല്ലാവരും ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ, ഇത് വിശ്വസിക്കുന്നുവോ? അപ്പോൾ ആ അനശ്വരത നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെ പോലെയായി? ദൈവത്തെ പോലെയായി. ദൈവം എന്തെങ്കിലും മരിക്കുന്നുണ്ടോ? ദൈവത്തിന് പുനർജന്മമുണ്ടോ? അപ്പോൾ നിനക്കെങ്ങനെ പുനർജന്മം ഉണ്ടാകണേ? എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ അനശ്വരത നൽകിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ ഒരിക്കലും മരിക്കുന്നില്ല. എന്നാൽ അവരുടെ ശരീരം ഉയർത്ത് അവരുടെ മരിക്കാത്ത ആത്മാവോടുകൂടി ചേർന്ന് അവർ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യവംശത്തിന് മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത്. ഇവളങ്ങ് ആകെ വെളിപാട്. എന്തി പറയണേ, നീ എന്തി പറയണേ, ഞാൻ ഇന്നേ വരെ ഇത് കേട്ടിട്ടില്ലല്ലോ. ഇപ്പൊ മനസ്സിലായ ഒരു ഇന്ത്യൻ ഗുരുവിനെ ഇവിടെ കൊണ്ടുവന്നേക്കണേ എന്താന്ന്? ഞാൻ അവരുടെ തമാശ. അവർ ഇന്ത്യൻ ഗുരു എന്ന് പറഞ്ഞാൽ, അപ്പൊ അവള് പറഞ്ഞു, ഞാൻ 10 വർഷമായിട്ട് ഈ പുനർജന്മത്തിൻ്റെ ശാസ്ത്രത്തിലാണ് വിശ്വസിച്ചിരിക്കണേ. ഞാൻ പറഞ്ഞു, അത് തെറ്റാണ്. ഒരു മനുഷ്യനും, ഹിന്ദുക്കളായാലും മുസ്ലിം ആയാലും ബുദ്ധിസ്റ്റ് ആയാലും, അവരെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെല്ലാവരെയും ദൈവത്തെ പോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്കൊന്നിനും പുനർജന്മമില്ല. കാരണം മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ, ഒരു ജീവിതം. ആ ഒരു ജീവിതം നിത്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തിൽ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായ? ആ നിത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പുനർജന്മം എന്നുള്ളൊരു പോയിന്റ് കംപ്ലീറ്റ് ഔട്ടായി. ഇനി ഇങ്ങനെയുള്ള നിത്യജീവിതമുള്ള ഒരു വ്യക്തി പുനർജന്മത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ എന്തിൽ വിശ്വസിക്കുന്നില്ല? ഈ നിത്യതയിൽ വിശ്വസിക്കില്ല. അതോടുകൂടി അവൻ താഴേക്ക് പോകും, മണ്ണായി പോകും. കണ്ടോ നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിലുണ്ടാകേണ്ട പ്രധാന കാര്യം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നും നമ്മളിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ തന്നെ ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പുസ്തകങ്ങളും ആ രാമായണത്തിൽ ഇങ്ങനെ എഴുതിയേക്കണം, ആ ആണത്തിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ എഴുതിയേക്കണം, ഇവിടെ എഴുതിയേക്കണം, ഇതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കണവരുണ്ട്. അപ്പം എന്ത് സംഭവിക്കും? അതാണ് വിശ്വാസത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ ഒന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിയുക, അതും ക്രൂശിതരായവനെ കുറിച്ച്. അപ്പോൾ പൗലോസ് എപ്പോഴും പറയുന്ന ഒരു ശാസ്ത്രം ഇതാണ്, എനിക്ക് മറ്റുള്ള അറിവുകളെല്ലാം, മറ്റുള്ള ജ്ഞാനമെല്ലാം എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തെ തുലനം ചെയ്യുമ്പോൾ മറ്റുള്ളവയെല്ലാം ഉച്ഛിഷ്ടം പോലെയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്.
ഓക്കെ, ആ വചനം വേണമെങ്കിൽ ഇവിടുന്ന് എടുത്ത് പറയാം. 1013 പറയുന്നത്, മരണത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഭാഗത്താണ്. നാം മറ്റ് ഭൗമിക ജീവിതങ്ങളിലേക്ക് തിരിയുന്നില്ല. മനുഷ്യൻ ഒരിക്കൽ മരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തിന് ശേഷം പുനർജന്മമില്ല. ഓക്കെ, അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ അതിൻ്റെ ആരംഭം നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. എവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്? നമ്മുടെ ഉൽപ്പത്തി എന്താണെന്ന് മനസ്സിലായാൽ മതി. മനുഷ്യൻ ഒരിക്കലും നശിക്കാൻ പാടില്ലാത്തതും നശിക്കാത്തതുമായ ഒരു അവസ്ഥാവിശേഷത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ വിശ്വാസത്തിലുള്ള കഴമ്പ് വർദ്ധിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആവും, നമ്മൾ സന്തോഷമാവും. അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കി, നമ്മൾ സഹിച്ചു. പക്ഷേ ഈ സഹിച്ചതെല്ലാം യേശുവിൻ്റെ സഹനത്തോടൊപ്പം ചേരുമ്പോൾ യേശു അതെല്ലാം നീതിയാക്കി മാറ്റുന്നു. നമ്മൾ സഹിച്ചത് അനീതിയായിരിക്കാം. നമ്മളെ അനീതിയായിട്ട് പലരും പലതും ചെയ്തുവെങ്കിൽ നമുക്ക് നേരെയുണ്ടായ ആ അനീതി യേശു എന്താക്കി മാറ്റി? നീതിയാക്കി മാറ്റി എന്ന് പറയുന്നത് ഈ ഒരു അനുഭവമാണ്. ഇപ്പൊ പലരും പറഞ്ഞു ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ ചെയ്തു. ഇനി ചെയ്യാത്ത കുറ്റമല്ല, ചെയ്ത കുറ്റത്തിനും നമ്മളെ ശിക്ഷിക്കാനോ നമ്മളെ പരിഹസിക്കാനോ അവരാരാ നിയോഗിച്ചത്? മനസ്സിലാവണ്ടോ? ചെയ്യാത്ത കുറ്റത്തിന്റെ കാര്യമല്ല, ചെയ്ത കുറ്റത്തിനായാലും കർത്താവ് ഈശോ മിശിഹാ വരെ നമുക്കെതിരെ ശിക്ഷിക്കുന്നില്ല. അവളെ കണ്ടോ? ഇപ്പോൾ ഞാനിത് പറഞ്ഞ കൂട്ടത്തിൽ പറയണം ഒരാശയം. ഇതെല്ലാം ഈ നൊയമ്പ് കാലത്തെ വായനയിലുള്ളൊരിതാ. നൊയമ്പ് കാലത്ത് ഒരാഴ്ചത്തെ വായനയിൽ ഇങ്ങനെ വരും. ഒരു ഞായറാഴ്ച പഴയ നിയമത്തിൽ ഡാനിയലിൻ്റെ പുസ്തകത്തിൽ സൂസന്നായുടെ വായനയായിരിക്കും ആദ്യ ഭാഗം. രണ്ടാം ഭാഗം അല്ലെങ്കിൽ സുവിശേഷം ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെയാണ്. കണ്ടോ? അപ്പൊ സൂസന്നായെ കല്ലെറിയാൻ അവർ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ ഇടപെട്ടു. ഡാനിയലിന്റെ പുസ്തകത്തിൽ ഡാനിയലിലൂടെ കർത്താവ് ഇടപെട്ടിട്ട് നിഷ്കളങ്കയായ സൂസന്നയെ വെറുതെ വിട്ടു. ഇതാണ് പഴയ നിയമം. നല്ല കാര്യമാണ്. ഈ പഴയ നിയമത്തെക്കാൾ എത്ര ശ്രേഷ്ഠമാണ് പുതിയ നിയമം എന്ന് പറയുന്നതിന് അതിന്റെ അടുത്ത വായന എന്താണ്? പുതിയ നിയമത്തിൽ പാപിനിയായ സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതിന് സാക്ഷികളുള്ളതും പഴയ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലാൻ ഉള്ള ശിക്ഷ നടപ്പാക്കേണ്ടതുമായ അവളെ യേശു നിരുപാധികം വെറുതെ വിട്ടോ? ഇപ്പൊ ആരോടുള്ള സ്നേഹമാണ് വലുത്? സൂസന്നായോടോ ഈ അന്നായോടോ? ഈ മഗ്ദലന മറിയം എന്നാണ് ഇവരെ പറയാറ് ചിലവര്. പലർക്കും സംശയമുണ്ടത് മഗ്ദലന മറിയാണോ ബത്താനിയയിലെ മറിയാണോ എന്ന് അറിഞ്ഞൂടാ. മഗ്ദലന മറിയമാണോ സൂസന്നയാണോ? ഏതാണ് ഇവിടെ കർത്താവിന്റെ കരുണയും നീതിയും കൂടുതൽ കിട്ടിയത്? മഗ്ദലന മറിയത്തിന്. അതെന്താ ഇപ്പൊ പറയാൻ കാരണം? ഞാൻ വീണ്ടും ദൈവനീതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പുനർജന്മല്ല. മനുഷ്യൻ ആരെയും വിധിക്കാനോ, നമ്മൾ പറഞ്ഞതാണ് നിഷ്കളങ്കരായവരെ ആളുകള് ഇപ്പൊ പറഞ്ഞ പോലെ പല നമ്മൾ കുറ്റം ചെയ്യാത്ത ആളുകളെ മറ്റുള്ളവർ അവഹേളിച്ചു. അതൊക്കെയാണല്ലോ നമ്മളൊരു സാക്ഷ്യങ്ങൾ പറഞ്ഞു. ഇനി കുറ്റം ചെയ്തവരെയും അവഹേളിക്കാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് അധികാരമില്ല. കർത്താവ് ഈശോ മിശിഹാ വരെ അത് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതുപോലെ മഗ്ദലന മറിയം അല്ലെങ്കിൽ ആ പാപിനിയായ സ്ത്രീയെ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സാക്ഷികൾ ഹാജരാക്കിയിട്ട് യേശു അവളോട് എന്താ പറഞ്ഞത്? ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇതാണ് ദൈവനീതി. ഈ ഭാഗമൊക്കെ ഇനി നമുക്ക് ഇനിയും പറയാനുണ്ട്. അത് പക്ഷെ അതിനു മുമ്പ് ഇത് വരട്ടെ, എന്നിട്ട് നമുക്കിത് പറയാം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് ആത്മാവ് പ്രേരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പക്ഷം വിചാരിക്കരുത് നമ്മൾ തീമിൽ നിന്ന് വിട്ടുപോയെന്ന് വിചാരിക്കണ്ട കേട്ടോ.
ഓക്കെ, അപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപക്ഷെ ഞാനിത് വായിച്ചതായിരിക്കാം. 997 ഖണ്ഡിക. എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കൽ. മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. അതായത് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അതേസമയം ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അതേസമയം മഹത്വീകൃത ശരീരവുമായി ഒന്നുചേരാൻ കാത്തിരിക്കുന്നു. മരിച്ചാളുടെ ആത്മാവ് ആ കൂട്ടാളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആരാണ് കൂട്ടാളി? ആ ശരീരം. അതേസമയം മഹത്വീകൃത ശരീരവുമായി പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇനി കേട്ടോ, ഇതാണ് ഇതിന്റെ നിർവചനം. എല്ലാവരും ശബ്ദമുയർത്തുന്ന ഏറ്റു പറഞ്ഞുകൊണ്ട്, ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതിൽ സംശയമില്ലാതെ നമ്മൾ വിശ്വസിക്കാൻ സാധിക്കണം. അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ജ്ഞാനവും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള വിശ്വാസത്തിൻ്റെ ദാനവും കിട്ടിയാൽ മതി. അതെങ്ങനെ ബ്രദറെ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കാര്യമില്ല. ആർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കൈവീശി കാണിച്ച എല്ലാവരും. നല്ല സമയമാണ് ഉറങ്ങാൻ ഇല്ലേ? 2 ദിവസം നാളത്തെ കൂടി കഴിഞ്ഞാൽ ചട്ടിയും കലത്തിൻ്റെ നാളത്തെ കൂടി കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ചട്ടിയും കലവും പാത്രം കഴുകലും ഭക്ഷണവും ഉച്ച കഴിഞ്ഞു. പിന്നെ അടുത്തതിന് ഇന്നും നാളെയും കൂടി ഉള്ളൂ ഉറങ്ങാനൊക്കെ ഉള്ള സൗകര്യം. വേണമെങ്കിൽ അടുത്ത ധ്യാനത്തിനും കൂടി പോരെ. പറഞ്ഞില്ലേ, മെയ് മാസത്തിൽ ഈ മാസം 30 തീയതി മുതൽ പാലായിൽ ഇതിലും നല്ല സിസ്റ്റർമാരുടെ റിട്രീറ്റ് സെൻ്ററാണ്. കുറച്ചും കൂടി നല്ല ഭക്ഷണവും കുറച്ചും കൂടി ഉറങ്ങാനുള്ള സംവിധാനങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് 6 ദിവസത്തേക്ക് നിങ്ങൾ ചട്ടിയും കലവും ഒക്കെ വിട്ട് വീണ്ടും ഒരു 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 വിശ്രമത്തിനായിട്ട് വരിക. അതാണ്. ഓക്കെ. ഇല്ല, നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരനെയോ വീട്ടുകാരിയോ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞയക്കണം. കാരണം ഇങ്ങനത്തെ ധ്യാനം ഇനി ഇവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്താ ഒരു തണുത്തൊച്ചയാണല്ലോ. ഇങ്ങനത്തെ ധ്യാനം വേണമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം അതിനുവേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഈ ധ്യാനത്തിൻ്റെ കിടപ്പിങ്ങനെ ഇതൊരു പ്രാവശ്യം കൂടി കഴിയുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലായി. മുഴുവനും മനസ്സിലാവുന്നില്ല. അപ്പോൾ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ പറയും, ഓഹോ, ഇപ്പോഴാണ് ദൈവനീതി എന്താണെന്ന് മനസ്സിലായത്. നാളെ മനസ്സിലാവുള്ളൂ. ഇപ്പോഴും ഞാൻ ചില വചനങ്ങൾ വരണില്ല. ഞാൻ സൂചിപ്പിച്ചു അബ്രാഹത്തിൻ്റെ ബലികാര്യം, പക്ഷെ അത് പുറത്തേക്ക് വരണില്ല. അത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അന്തം പിടിച്ച് എന്ത് ഈ ബ്രദർ പറയണേ, ഇതൊക്കെ ശരിയാണോ? നിങ്ങൾ സംശയിക്കും. അതുകൊണ്ട് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും വന്നാൽ കിട്ടി, വന്നില്ലെങ്കിൽ അടുത്ത ധ്യാനത്തിലേ കിട്ടുള്ളൂ. ഇപ്പോഴും ദൈവനീതി മുഴുവനും നമ്മൾക്ക് പറയാനും പറ്റിയിട്ടില്ല, മനസ്സിലായിട്ടില്ല. ദൈവനീതി മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോന്ന് ചെറിയ പടക്കം പൊട്ടിക്കുന്നുള്ളൂ. വലിയ പടക്കം ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അതാണ് അത്. നിങ്ങളതിന് തയ്യാറാകണം. അതിൻ്റെ ഒച്ച കേൾക്കാനും അത് കേട്ടാൽ പൊട്ടിത്തെറിക്കാണ്ട് സ്വീകരിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് ഇന്ന് വീണ്ടും നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചോ. നന്നായിട്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ, പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. വേണമെങ്കിൽ ഞാനൊന്ന് പറയാം, മനസ്സിലാവില്ല. പറഞ്ഞാഴ്ചെന്താ കർത്താവ് ചോദിച്ചു തന്നെ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ലല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം
4-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനമാണ്. റോമാക്കാർക്ക് ഇത് ലേഖനം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്താണത്? റോമർ 4-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം ഇതാണ്. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിലുള്ള നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. വലുത് മനസ്സിലായോ? മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞെല്ലാവരും. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. ഇതാണ് ദൈവനീതി. അപ്പൊ ഇത് വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നോ? ഒന്നുകൂടി. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനിൽ ഉള്ള വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. ഓക്കെ. അപ്പൊ അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? നിങ്ങൾ സംസാരിച്ച് സമയമൊന്നും കളയാണ്ട് ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തരാൻ, ഈ ഒറ്റ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനും അതൊരു അനുഭവ തലത്തിലേക്ക് വരാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ. എങ്കിലേ നാളെ ഉച്ചയാകുമ്പോഴേക്കും തീർന്നേക്കുന്ന മുമ്പ് ഇത് വരുള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയാൻ പോകുന്നു, ഇപ്പോഴാണ് മനസ്സിലായത് നീതി എന്താണ്. ഇതൊന്ന് ശരിക്ക് ഒരു ധ്യാനം വീണ്ടും കൂടിയാലേ ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? 9 ദിവസത്തെ ധ്യാനത്തിന് ശേഷം പലരും പറഞ്ഞ ഉത്തരവ് ഇതാണ്, എന്റെ ദൈവമേ, ഇതാണോ ദൈവനീതി? ഇതിപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇതൊന്ന് മനസ്സിലാക്കാൻ അടുത്ത ധ്യാനത്തിൽ വരണം. അതുകൊണ്ട് ഐ റെക്കമെൻഡ്, നിങ്ങൾക്ക് സാധിക്കുന്നവർ ഈ പാലായിലെ ധ്യാനം, അത് താമസിച്ചുള്ള ധ്യാനമാണ്, നല്ല സ്ഥലമാണ്, സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റാണ്, വീണ്ടും ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അതിന് വരാണെങ്കിൽ നിങ്ങളത് കുറേയും കൂടി വിശദമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ അത് വെച്ച് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴാണ് ഇത് ലോകത്തിലേക്ക് പടരുള്ളൂ. നമ്മൾ എന്താണ് ലോകത്തിന് വേണ്ടത്? ദിനരാത്രം എന്നെ വിളിച്ച് കരയുന്നവർക്ക് നീതി നടത്തിക്കൊടുക്കാൻ. ഏത് നീതിയുടെ കാര്യം പറയണത്? ഈ ദൈവനീതിയുടെ കാര്യമാണ്. നമ്മൾ ആ ദൈവനീതിയുടെ തലത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ പോകുന്നില്ല. അതിന് കാരണം ആ ദൈവനീതിയെക്കുറിച്ചുള്ള അറിവും അനുഭവവും ഒരാൾക്ക് ഉണ്ടായാലല്ലേ അത് പോകുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുക. അതിൻ്റെ അനുഭവമായി കഴിഞ്ഞാൽ ആ അനുഭവം നിങ്ങളുടെ ആത്മാവിലൂടെ ലോകം മുഴുവനിലേക്കും ഒഴുകും. രോഗശാന്തിയുടെ അനുഭവമാണെങ്കിൽ രോഗശാന്തി ഒഴുകും. ഉയർപ്പിന്റെ അനുഭവമാണെങ്കിൽ ഉയർപ്പൊഴുകും. അതുകൊണ്ട് ഇത് വലിയൊരു കാര്യമാണ്. ഇത് വലിയ കാര്യമാണ്. നിസ്സാര കാര്യമല്ല നമ്മൾ ഈ പഠിക്കണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്തോരം ഭാഗ്യവാന്മാർ, എന്തോരം പ്രവാചകന്മാർ ഇത് കാണാനും കേൾക്കാനും കൊതിച്ചു, എന്നാൽ അവർക്കത് കിട്ടിയില്ല. നിങ്ങൾ കാണുന്ന കണ്ണുകൾ, കേൾക്കുന്ന വായി. ഓക്കെ, കണ്ടോ? എനിക്ക് ഉയർപ്പിലേക്ക് പോകാൻ പറ്റണില്ലോ. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഉയർപ്പ്? ഉയർപ്പ് എന്നത് മനുഷ്യ ശരീരം മരിക്കുമ്പോൾ ആത്മാവിൽ നിന്നും ശരീരം വേർപെട്ട് ശരീരം ജീർണിക്കുന്നു, ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. പോയോ ഇല്ലയോ? പോകുമോ ഇല്ലോ? അതോ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുമോ? ഇതൊക്കെ ഇപ്പൊ ഇന്നലെ സിസ്റ്റർ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്ത് ചെന്നപ്പോൾ ഓരോരുത്തർ ദർശനം വെച്ചിട്ട് പറഞ്ഞത്, ഈ കൊച്ചിൻ്റെ ആത്മാവ് പോയിട്ടില്ല, ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കണം, അതുകൊണ്ട് ഇത്ര കുർബാന ചെല്ലണം, ഇന്നത് വെക്കണം. ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് കേൾക്കണതാ. എന്തുകൊണ്ടാണത്? ഈ വക കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തു നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്നും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഒരിക്കൽ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു,
എൻ്റെ ബ്രദറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ കാര്യം? എൻ്റെ അമ്മ മരിച്ചിട്ട് 2 വർഷമായി. ഒരു ബ്രദർ വന്നിട്ട് പറയാണ്, അമ്മയുടെ ആത്മാവ് അവിടെ ചുറ്റിപ്പറ്റി നടക്കാണ്, സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. അപ്പം മുതൽ ഞങ്ങൾക്ക് വീട്ടുകാർക്കെല്ലാം ഭയങ്കര അസ്വസ്ഥതയാണ്. അതിന് പരിഹാരങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് എന്ത് ചെയ്താൽ അമ്മയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോവുക? ഞാൻ ചോദിച്ചു, അമ്മ ക്രിസ്ത്യാനി ആയിരുന്നോ? പിന്നല്ലാണ്ട്, അമ്മ ഞങ്ങളൊക്കെ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. ആണല്ലേ? അപ്പം മാമോദീസയിൽ എന്താ കിട്ടിയേ? ഈ മാമോദീസയിൽ എന്താകുന്നു? അതിലെന്ത് സംഭവിച്ചു? അതൊക്കെ ഇനി പഠിക്കാനുണ്ട്. എൻ്റെ ദൈവമേ, ആ ക്ലാസ് നമ്മൾ എടുത്തിട്ടില്ലേ? ഓക്കെ. അപ്പം മാമോദീസയെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് കുർബാന സ്വീകരിക്കാറുണ്ടോ അമ്മ? പിന്നെ അമ്മ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോണ ആൾ. അപ്പോൾ പറയാൻ തോന്നി, അമ്മയുടെയൊക്കെ ഭക്തി കൊണ്ടാണ് എനിക്ക് വിളിയൊക്കെ ഉണ്ടായത്. ഇപ്പം അങ്ങനെയായി. അപ്പോൾ ഈ കുർബാനയിൽ എന്താണ് സംഭവിക്കണേ? എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും, നിത്യായുസ്സവനെയും ഞാൻ. ഏവം നാഥനരുൾ ചെയ്തു. ഇപ്പൊ ഈ സിസ്റ്റർ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഒരാൾ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവ്, ആ യേശു അവനെ ഉയർപ്പിക്കും, അവളെ ഉയർപ്പിക്കും, ഉണ്ടാവും. ചിന്ത ഞാനീ കേൾക്കണേ, അതാണ്. അപ്പം നമ്മുടെ വിശ്വാസക്കുറവുകൊണ്ടല്ലേ നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കണത്. ഓക്കെ. അപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പിലും നമ്മുടെ മരണവും ഉയർപ്പും തമ്മിലുള്ള ബന്ധത്തിലുള്ള കൃത്യമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വേഗം മരിക്കാനല്ലേ തോന്നുള്ളൂ. എനിക്ക് വേഗം മരിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ കർത്താവ് പറയാണ്, നീ കുറേ നാൾ ഇവിടെ നടന്ന് ഇവരെയൊക്കെ ഒന്ന് മരിപ്പിച്ചിട്ട് മതി. വേഗം മരിക്കണ്ടല്ലേ? മരിച്ചാലും ഞാൻ അവിടെയാണ്, മരിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിൻ്റെ കൂടെയാണ്. അതാണ് പൗലോസ് എന്ന മാതിരിയാണ്. അപ്പോൾ മരണത്തെക്കുറിച്ച് വളരെ മധുരമായ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. മരണം മനുഷ്യൻ്റെ വളരെ ആനന്ദകരമായ ഒരു കാര്യമാണ്. മരണം ഒരു ദുഃഖമാണെന്നോ ശാപമാണെന്നോ ചിന്തിക്കുകയാണെങ്കിൽ അവൻ ക്രിസ്ത്യാനി അല്ല, അല്ലെങ്കിൽ ക്രിസ്തുവിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് മരണം നേട്ടമാണ്. മരണം എന്താണ്? നേട്ടമാണ്. അപ്പോൾ ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ള, അയ്യോ, ഇതാ വരുന്നൊരു വചനം, 1 കൊറിന്ത്യസ് 15:19. 1 കൊറിന്ത്യസ് 15:19 എന്താ പറയുന്നേ? ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. എന്റെ കർത്താവേ, ഒന്നെല്ലാവരും ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. ഈ ജീവിതത്തിന് വേണ്ടി, ഇതൊക്കെ ഇന്നലെ അച്ഛൻ പറഞ്ഞാലേ, പക്ഷെ അതിൻ്റെ വചനം ഇതാണ്, നമ്മുടെ ലക്ഷ്യം ഈ ജീവിതം മാത്രമല്ല, ഇതിവിടെ ഒരു ആരംഭമായിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ജീവിതം ഇവിടുന്ന് കാശ്മീർ വരേക്കുള്ള ഒരു കയറ് പോലെയാണെങ്കിൽ, മനസ്സിലായി, നമ്മുടെ ജീവിതം കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ എത്തുന്ന ഒരു കയറ് പോലെയാണെങ്കിൽ നിത്യത പോലെയല്ലേ അത്? അതിൻ്റെ അറ്റത്തുള്ളൊരു പിടിയാണ് ഇവിടെ ജീവിക്കണ 80 വർഷവും 100 വർഷമൊക്കെ. മനസ്സിലായോ?
ഈ 80 വർഷം 100 വർഷം ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യതയെ തുലനം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായ ഒരു കാലഘട്ടമാണ്. ഈ ജീവിതത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഈ ജീവിതത്തിനപ്പുറത്ത് അനന്തമായ ഒരു ജീവിതം നമുക്കുണ്ടെന്നും അത് വളരെയധികം പ്രവർത്തന സാധ്യതകളുള്ളതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. കൊച്ചുത്രേസ്യ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? അമ്മ ത്രേസ്യ പ്രവർത്തിക്കുന്നുണ്ടോ? അൽഫോൻസാമ്മ പ്രവർത്തിക്കുന്നുണ്ടോ? എലിയാസ് അച്ഛൻ പ്രവർത്തിക്കുന്നുണ്ടോ? എന്ന പോലെ ഈ മരണശേഷം നമ്മളെല്ലാവരും അവിടെ റെസ്റ്റ് ഇൻ പീസായിട്ട് കിടന്ന് ഉറങ്ങാനല്ല പോകുന്നത്, ശക്തമായ പ്രവർത്തനത്തിനാണ് പോകുന്നത്. എന്ന് ഇവിടെ വെച്ച് അങ്ങ് വിശ്വസിക്കണം. അപ്പോഴാണ് വേഗം മരിക്കാനും, മരിച്ചാൽ ലോകം മുഴുവനും ഓടി നടന്ന് പ്രസംഗിക്കാനും ഒക്കെ ഉള്ള ഒരു ഉഷിരുണ്ടാവുള്ളൂ. മരിക്കാനുള്ള ഭയം മാറിക്കഴിഞ്ഞാൽ തന്നെ പ്രശ്നം തീർന്നു. മരണഭയമാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരുവൻ തൻ്റെ ജീവനെ തന്നെ വിട്ടാൽ മാത്രമേ എൻ്റെ ശിഷ്യനാകാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം വിട്ട്, സ്വത്തും വിട്ട്, അപ്പനെയും വിട്ട്, അമ്മേനെയും വിട്ട്, എല്ലാം വിട്ട്, പക്ഷേ തന്നെ വിടാൻ പറ്റണില്ലെങ്കിലോ? അതാണ് രക്തസാക്ഷിത്വം അല്ലെങ്കിൽ മരണഭയം എന്ന് പറയുന്നത്. മരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഓക്കെ, അതൊക്കെ നമുക്ക് പ്രാർത്ഥനയിലൂടെ ആളുടെ ആത്മാവിലേക്ക് കൊടുക്കാം. ജ്ഞാനമാണ് അതിൻ്റെ വിഷയം. ഇതൊക്കെ ജ്ഞാനത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ കേട്ടില്ലേ, ജ്ഞാനം അക്ഷയനിധിയാണ്. അത് സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യമല്ലല്ലോ, ഇവിടുത്തെ കാര്യം മാത്രമല്ല. ഓക്കെ, അപ്പം നമ്മൾ ഉയർപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഇച്ചിരി കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് ഓടി വരികയാണ്. ഓടി വന്നിട്ട് പിന്നെ നമ്മൾ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെക്കുറിച്ച് തീർക്കണം. ആരൊക്കെയാണ് ഉയർത്തെഴുന്നേൽക്കുക? മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ, നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ രണ്ട് കൂട്ടർ ഉയർത്തെഴുന്നേൽക്കും. നരകത്തിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കും, സ്വർഗത്തിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെയാണ്? മിശിഹ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ടു. എൻ്റെ കൈകളും കാലുകളും കാണുക, ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. പക്ഷേ അവിടുന്ന് ഭൗമിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. അതുപോലെ അവിടന്നിൽ എല്ലാവരും അവർ ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങളോടെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഈ ശരീരം മഹത്വപൂർണമായ ശരീരമായി രൂപാന്തരപ്പെടും, ആധ്യാത്മിക ശരീരമായി മാറും. ഇതാണ് പൗലോസ്ലീഹയുടെ കൊരിന്ത്യോസ് 15 വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഇവിടെ എഴുതിയിരിക്കുന്നത്. കാറ്റഗിസത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വായിക്കാം. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടു കൂടി ആയിരിക്കും അവർ വരുന്നത്? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്. മനസ്സിലായോ? വെറും ഒരു മണി മാത്രമാണ്. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കുന്നു. മരിച്ചവർ അനശ്വരരായി ഉയർപ്പിക്കപ്പെടും, പിന്നെ മരിക്കില്ല. മനസ്സിലായോ? എന്തെന്നാൽ നശ്വരമായ ഈ പ്രകൃതി അനശ്വരമായതിനെ ധരിക്കണം. മർത്യമായ ഈ പ്രകൃതി അമർത്യത ധരിക്കുകയും വേണം. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നു. ഇതൊക്കെ നമ്മൾ കുർബാന മുഴുവനും ഈ ഉത്ഥാനത്തിൻ്റെ ശക്തിയാണ്.
നമ്മുടെ എല്ലാ കൂദാശകളിലും ഉയർപ്പിൻ്റെ ശക്തിയാണ് തുടിക്കുന്നത്. എങ്ങനെയാണ് ഈ ഉത്ഥാനം സംഭവിക്കുന്നത് എന്നത് നമ്മുടെ ഭാവനയ്ക്കും ഗ്രഹണശക്തിക്കും അതീതമാണ്. അത് വിശ്വാസത്തിന് മാത്രം അഭികാമ്യമാണ്. എന്നാലും വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ ഭാഗഭാഗിത്വം നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു മുൻ ആസ്വാദനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. മനസ്സിലായോ? നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഭാഗഭാഗിത്വം അന്ത്യദിനത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ആ ഉത്ഥാനത്തിൻ്റെ ഒരു മുൻ ആസ്വാദനം നമുക്ക് ലഭിക്കുന്നു കുർബാനയിൽ. ഇനി വീണ്ടും പറയുകയാണ്, അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഇപ്പോൾ തന്നെ നമ്മൾ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കാളികളാണ്. എങ്ങനെ? നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആത്മാവാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവാണ്. ഉയർപ്പിൽ പ്രവർത്തിച്ച മുഴുവൻ ശക്തിയും നമ്മളിൽ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതാണ് റോമർ 8:11 പറയുന്നത്, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. പ്രൈസ് ദി ലോർഡ്.